ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ നമ്മുടെ ലിജി സുജിത്ത് യൂട്യൂബ് ചാനലല്ല ഉള്ളത്, നമ്മളിപ്പോ ഉള്ളത് ബാബാസ് യൂണിക് വേൾഡിലാണ്. അപ്പൊ നമ്മുടെ സ്വന്തം ലിജിമോളുണ്ട്. അപ്പൊ ലിജിമോള് മാത്രമല്ല, ചേട്ടായി തിരുവനന്തപുരം പോയി അല്ലേ, ട്രിവാൻഡ്രം പോയി. പിന്നെ നമ്മുടെ ശ്രീകുട്ടനുണ്ട്, അമ്മയുണ്ട്, ദേവനുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യാന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോഴാണ് ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ കത്തിയതല്ലേ. അപ്പൊ അതെന്താണെന്ന് കാണിച്ചു തരാം. അതെ, വാവയുടെ മനസ്സിൽ കത്തിയത്. അപ്പൊ കഴിഞ്ഞ ദിവസത്തേക്ക് വീഡിയോയില് കുഞ്ഞാശ്ശേരിയൊക്കെ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കണ്ടില്ലെങ്കിൽ പോയി കാണുക. പിന്നെ നമ്മൾ ക്രിസ്മസിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എടുത്ത ഫോൺ ഏതാന്നൊക്കെ, ഞാനിപ്പോൾ എൻ്റെ പുതിയ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരാവശ്യം പറഞ്ഞത് ഒന്നും തിരിച്ച് ചോദിക്കാതെ തന്ന രണ്ട് വ്യക്തികളാണ് എൻ്റെ കുഞ്ഞാശ്ശേരി ചേട്ടായി. അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്ത് വെച്ചിരിക്കുന്നത് പൊക്കി പറഞ്ഞല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞാണ് കേട്ടോ. ശരിക്കും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഫോൺ ഭയങ്കര, കാരണം ഞാൻ വീഡിയോ ഭയങ്കര സെറ്റപ്പായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോൾ പിന്നെ ആ വീഡിയോയിൽ നോക്കുമ്പോൾ ഓഡിയോ ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞത് അതിനെന്താ നമുക്ക് എടുക്കാമല്ലോ എന്നും പറഞ്ഞ് വാ നമുക്ക് പോയി എടുക്കാമെന്നും പറഞ്ഞ് ഇവരെന്നെ പോയത്. നമ്മുടെ റെഡി ക്യാഷ് കൊടുത്ത് എടുത്തൊന്നും അല്ല, എങ്കിൽ പോലും നമ്മുടെ അടുത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്തു തരുന്ന രണ്ട് വ്യക്തികളാണ് കേട്ടോ അവർ രണ്ടുപേരും. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് ലക്കിയാണെന്ന് ഞാൻ ഈ നിമിഷത്തിൽ പറയുകയാണ്. എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ. അപ്പോൾ ലിജിമോളും ചേട്ടാ ഇല്ലാത്തതുകൊണ്ട് ചെറിയ വിഷമങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ വിഷമത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകും. എന്താണ്? യെസ്. അപ്പൊ നമ്മളിത് ഇവിടെ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താണെന്നുള്ളതൊക്കെ ആട്ടപ്പൊടി അല്ല, ആട്ടപ്പൊടി എടുത്താൽ മതിയായിരുന്നു. ശരിയാ. അപ്പൊ ഇത് പൗഡറാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയേ കാണിച്ചു തരാം. അപ്പൊ ചലഞ്ചിൽ ഇവർ 3 പേരേ ഉള്ളൂ. ഞാൻ പുറകിൽ നിന്ന് വീഡിയോ എടുക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് ഇനിയും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനമാകുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ പോവാ അല്ലേ. ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മാസം ഡിസംബർ മാസം എന്ന് വെച്ചാൽ നമ്മുടെ നല്ലൊരു മാസമാണല്ലോ. ക്രിസ്മസും ആഘോഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മാസമാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന എവിടെയാണ്? ഇടുക്കി വീട്ടിലാണ്. അതിൻ്റെ എല്ലാ അടിപൊളി വീഡിയോസൊക്കെ നമ്മുടെ ചേട്ടയുടെ കുഞ്ഞാശ്ശേരി ചാനലിൽ വരുന്നുണ്ട്. എല്ലാവരും കാണണം. അതുപോലെ തന്നെ അമ്മയുടെ ചാനലും കാണണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊന്നുമില്ല. ബാക്കി ചലഞ്ച് നിങ്ങൾക്ക് ഞാൻ എന്തേ കാണിച്ചു തരാം കേട്ടോ. മതിയിടാ. ഓക്കെ. അപ്പോൾ നമ്മുടെ അവരെന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ 3 പേരും എന്ത് പൗഡറൊക്കെ ഇട്ട് ദേവൻ വന്നല്ലേ. ദേവൻ വേഗം പോയി ഇച്ചിരി പൗഡറൊക്കെ ഇട്ടു മുടിയൊക്കെ ചീവി സുന്ദരനായിട്ട് വന്നാട്ടോ. അപ്പൊ 3 പേരും റെഡിയായി കഴിഞ്ഞു. ജസ്റ്റ് മുഖത്ത് കയ്യിലെടുത്ത് മുഖത്ത് തേച്ചാൽ മതിയേ. ആരാധ. ഓക്കെ. അപ്പൊ ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യനെ പഠിപ്പിയേരാ. ശ്രീകുട്ടനാണോ പഠിപ്പി? ഓക്കെ. ശ്രീകുട്ടൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓക്കെ, 6ാം ക്ലാസ്സിൽ വേണം പഠിക്കുന്നത്. അപ്പൊ ദേവനേക്കാളും പഠിപ്പിയ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫുഡ് ആരാണ് ഇതിൽ കൂടുതൽ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാരാ? ഓർഡർ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിലൊന്നും കയറാതെ കേട്ടോ, ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ശ്വാസം മുട്ടുള്ളതുപോലെ ചുമ ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ട് അത് ശ്രദ്ധിക്കാതെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഓക്കെ, ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അമ്മ മോൻ, അച്ഛൻ മോൻ, അവനങ്ങോട്ട് നീക്കി നീക്കി വെക്കുവാണ് അവൻ. മുട്ടിയില്ലേ മുട്ടി മുട്ടി ഇപ്പൊ മുട്ടി. ഓ അയ്യോ മതി, മൂക്കി പോരുത്. അടുത്തത് മടിയൻ. രണ്ടുപേരും മടിയന്മാരല്ല, ആക്റ്റീവ് പിള്ളേരാ. ഓ ശ്രീകുട്ടൻ പ്രാർത്ഥിക്കോ ദൈവമേ, പറഞ്ഞല്ലോ. ഓക്കെ, അടുത്തത് സ്വീറ്റ്സ് ഏറ്റവും ഇഷ്ടമുള്ള ആർക്കാ? തന്നെ മുക്കുക. ഇതിപ്പോ ലിജാന്റെ പാടുപാടുണ്ടാ മുക്കി, ഞാൻ തന്നെ മുക്കിക്കോളാം. അവനെ പറയുന്നതിന് മുന്നേ അവനിഷ്ടാ. നീ അടുത്ത ക്വസ്റ്റ്യൻ. ലിജി ആന്റീനെ ഏറ്റവും ഇഷ്ടം ആർക്കാ? ഓ അങ്ങനെ, അത് സൈക്കോളജിക്കലായിട്ട് ലിജിമോള് ഹാൻഡിൽ ചെയ്ത്. ശ്രീകുട്ടനെ ഏറ്റവും ഇഷ്ടം ലിജി ആന്റിക്ക്, പക്ഷെ ലിജി ആന്റീനെ ഏറ്റവും ഇഷ്ടം ദേവന്. എടുത്തൊക്കെ ഇരുത്തുമൊക്കെ ചെയ്യുമോ ദേവനെ? ആത്മാർത്ഥതയോടെ അടുത്ത ക്വസ്റ്റ്യൻ. ട്രാവലിംഗ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാ? പക്ഷെ ഞങ്ങളുടെ അറിവില് ശ്രീകുട്ടനാവും ഇച്ചിരി കൂടുതൽ താല്പര്യം. കടയിലൊക്കെ പോവാനാ? മീൻ പിടിക്കാനൊക്കെ ഇഷ്ടം. അത് തന്നെ, അത് തന്നെയാണ് ഇവനെ എപ്പോഴും ഇവൻ ബെറ്ററാന്ന് പറഞ്ഞ ഇവനെ ഇപ്പൊ അതൊന്നും പറഞ്ഞല്ല. എല്ലാം ഞാൻ ഇവൻ ഇമോഷണലി വീക്കാണ്. അത് ശരിയാ, പെട്ടെന്ന് സങ്കടം വരും ദേവന്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചലഞ്ച് ഇത്രയും മതി. അപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഇറക്ക ശ്രീകുട്ടനല്ലേ? ദേവനാണ് കിട്ടിയേ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പൊ ഞങ്ങള് പരിപാടികളൊക്കെ ചുമ്മാ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞ ശേഷം എവിടെ പോകുന്നു? വടക്കേ പോകുന്നു. അതെ, വടക്കേല് പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം ഷെഡിൽ കളിക്കാന്ന് വിചാരിച്ചു. സൗണ്ട് മിണ്ടാതിരുന്നേ. ശരി. ബ്രിജാന്റിനെ കയറ്റുന്നത് ശ്രീകുട്ടനാണ് കേട്ടോ. പയ്യെ പയ്യെ. അല്ല, ഷെഡിൽ കളിക്കാൻ പോലെ മോൾ സൈഡിൽ കിടക്കും. പയ്യെ. നിങ്ങൾക്ക് മുന്നേ കയറാം. അത് ശരി. പയ്യെ 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 അടിച്ചാൽ മതി. ഞാൻ മുന്നേ കയറുന്നില്ല. വണ്ടി ബസ്സാണേ.
ഞാൻ ഒരാഴ്ച വന്നിട്ട്. ആ അതെന്ത് പിള്ളേരെന്തേ? പിള്ളേര് ഒരാളല്ലേ ഉള്ളു. ആ ഉള്ള കൊച്ചിനല്ല, അവന്മാര് ദേവനും വന്നായിരുന്നു ഇങ്ങോട്ട്. അതെന്ത് അവര് കളിക്ക് വന്നു. അവര് കളിക്കാൻ പോയി. എന്നാണ്ട് വിശേഷം? അസുഖമൊക്കെ മാറിയോ? അപ്പൊ മാറി വരുന്നു. അച്ചാച്ചനെന്ത്? അച്ചാച്ചൻ്റെ അവിടെ കുളിക്കുന്നു. പാമ്പ് കയറി. ഇതവിടെ പോയി കോഴീനെ കണ്ടിട്ട് വരാം. ഇവിടെ കോഴിയുണ്ട്. ഇല്ല ഇല്ല, ഞാൻ തിരുവനന്തപുരം പോയി. തിരുവനന്തപുരം പോയി. പൂവൻ കോഴീസ്. പെടകൾ അതിന്റെ അകത്തുണ്ട്. ഒരു പെടയാണോ? അല്ല, അതും പൂവന. ആ ഉള്ളിലുണ്ട് ഒരു പെട. അത് ശരി. വരണോ? ആ ജോലിക്ക് പോയതാ ട്രിവാൻഡ്രത്ത്. തിരുവനന്തപുരത്ത്. ആ ദിവസവും പോകും. ഇല്ല. പക്ഷെ അതെന്താടാ, അത് കൂട്ടാൻ പറ്റില്ല കേട്ടാ. ഇവിടെ ഇവിടെ കുളത്തിലാ. ഞങ്ങൾക്ക് കുളമായിരിക്കുന്നത്. ആ അത് കുഞ്ഞല്ല, അവിടെയല്ലേ. ഇത് ഞാൻ ഫുള്ളും കുളമെന്ന് വിചാരിച്ചു. രുചിമോളകത്തിരുന്നേ പത്രം വായിച്ചോണ്ടിരിക്കുക കേട്ടാ. ഞാനും ശ്രീകുട്ടനും കൂടെ ഷെട്ടിൽ കളിച്ചോണ്ടിരിക്കുക. ഞാൻ അടിച്ചത് കൈ അടിച്ചു വിടാം. അപ്പൊ നമുക്ക് തട്ടിക്കൊണ്ടിരിക്കും, തട്ടി വിടാം. ചെക്കന്മാർ രണ്ടുപേരും വന്നിട്ടുണ്ട് കേട്ടോ. അകത്ത് പോയി എടുത്തു പിടിക്കുക. ഇവിടുത്തെ ചായക്കട. അത് മുകേഷ്. ഞാൻ മമ്മൂട്ടി. വേണ്ട, ചായ ഒന്നും വേണ്ട. അയ്യോ വേണ്ട, ചായ വേണ്ടായിരുന്നു. ഇട്ടോ ചായ? മധുരം വേണോ? വേണ്ട, മധുരം ആർക്കും വേണ്ട. ഞങ്ങൾക്ക് വേണ്ട, ഇവന്മാർക്ക് വേണം. നീ വാ. ചായ വേണ്ടായിരുന്നല്ലോ. വൈകുന്നേരത്തേക്ക് എന്തോ ഇനി? വൈകുന്നേരത്തേക്ക് എന്താ? വൈകുന്നേരത്തേക്ക് ചപ്പാത്തി വല്ലതും ഉണ്ടാകണം. പിന്നെ കഞ്ഞി. ഫിൽറ്റർ വെച്ചില്ലേ വെള്ളം കുടിക്കുന്നേ? വെള്ളം കുടിക്കാൻ മറ്റത് ഇല്ലടാ. ചൂട് ചൂട് കൊണ്ടിടാ. ഞാൻ എടുക്കാന്നാ ചായ. പാസ് തിന്ന്. പിള്ളേരെ ഇത് മതി. ഇരുന്നാലും അമ്മമാര് തിന്നത്തില്ല. ഊറ്റട്ടെ? അത്യാവശ്യം ഈ ഗ്ലാസ് കൊടുത്താൽ പോരെ? ബാക്കി മധുരം ഇടണോ? എന്നാ മോളെ ചായ തണുക്കട്ടെ. എന്നാ പഴം വേണേ? നിനക്ക് വേണ്ടേ? എന്നാ ചായ വേണ്ടേ? ചായ കുടിക്കേ, ചായ കുടിക്കേ. 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
PT 1 2 3 4 5 6 7 8 9 10 ഞാനും ആദർശം. കേട്ടോ. ജയ റഫറി റഫറി അത് ശരി ഞങ്ങൾ കളിക്കട്ടെ കേട്ടോ. ഓല കളിച്ചോണ്ട് തറസായതുകൊണ്ട് വെട്ടാൻ പോകും. കപ്പലിൻ്റെ ഇല്ല അങ്ങോട്ട് ഒതുക്കി വരച്ചിട്ട് ഇതെന്നാ കൊണ്ടുവന്നിരിക്കുന്ന ആപ്പിളും പേരയ്ക്ക് ചായയൊക്കെ ഉണ്ട് രുചിമോക്ക്. ഇവിടെ ചാച്ചിയമ്മേനെ കണക്കല്ല അച്ചാമ്മ. ഞങ്ങളുടെ ചാച്ചിയമ്മ ഇങ്ങനെയാ. ഞങ്ങളുടെ അമ്മച്ചിയുണ്ടേ, അമ്മയുടെ ചേച്ചി ഇങ്ങനെ തന്നെയാ. ഞങ്ങളെ പോകുമ്പോ ഇങ്ങനെ കഴിക്കാനൊക്കെ കൊണ്ടുത്തരും. ഇതുപോലെ മുടിയൊക്കെ ഇല്ലാത്ത ചിലപ്പോ ഒന്നും കാണത്തില്ല. എന്നാലും കുഴപ്പമില്ല, ഇതുണ്ടല്ലോ. അതിനിട്ടില്ല. മധുരം വേണോ? വേണ്ട, ഇനി അതും കൂടി. ആ സാരമില്ല, അങ്ങനെ കൂടി. എൻ്റെ ഇറക്കന്മാരവിടെ നിന്ന് പണിയുമ്പോ അവിടെ നിന്ന് ബാക്കിയുള്ള കയറി പേരയ്ക്ക തിന്നോണ്ടിരിക്കും. ആർക്കും മധുരം ഇട്ടില്ല. എനിക്ക് മടിയടിച്ചതാണ് കുട്ടനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതായി കളിയാക്കും മടിയടിച്ചതാണ്. അവൻ ആദർശിനെ ഓർമ്മ വെച്ചേരടാ. പറ്റില്ലല്ലോ. തിരിച്ചു നിനക്ക് വേണ്ടായോ? സംഭവം കുടിച്ചോ? മതി, നാളെ കളിക്കാം. ഇത് എടുത്തു വെക്ക. നീ കുടിച്ചു പോരെ? 2 മിനിറ്റ് ഇരുന്നിട്ട് പയ്യെ ചലിച്ചാലോ. പയ്യെ ചലിച്ചാലോ. വീട്ടിൽ പോവാന്ന്. എന്തോടത്? പറമ്പി പണിയുന്നവരൊക്കെ ഇല്ലല്ലോ അവിടെ. ഇങ്ങനെ പോയാലോ? തേച്ച് കുളിക്കത്തുണ്ടാന്ന്. ശരി. അതെ മതി. ഞാൻ കണ്ടിക്കണ കൊണ്ടാ. സ്കൂളിൽ പോകുമ്പോഴാണ് ദിവസം നീ എന്റെ മുഖം കാണത്തില്ല തുടങ്ങാൻ. അപ്പൊ ഞങ്ങൾ ഇത്രയും നേരം ഷട്ടിൽ കളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഷട്ടിലൊക്കെ കളിച്ചു. കഴിഞ്ഞ് വന്ന് ചായ കുടിച്ചു, പേരക്ക കഴിച്ചു, ആപ്പിൾ കഴിച്ചു, അങ്ങനെ ഇരിക്കാട്ടോ. അപ്പൊ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ ലിജിമോക്ക് ഭയങ്കര മടി പോരാനായിട്ട്. അവിടെ ഒന്ന് കൊട്ടിക്കൊണ്ടിരിക്കും. നോക്ക്, കണ്ടോ? വന്നില്ലേ? വായി കിടക്കുക ആയതുകൊണ്ട് അത് തീർന്നിട്ട് പോകാന്ന് പറഞ്ഞിരിക്കാട്ടോ. പിന്നെ അച്ചാമ്മയുണ്ട്, ആദർശനെ കാണിക്കണം.
ഫാൻസ് വരണ്ട, ഫാൻസ് നാണം. ഏയ് കിട്ടി. പറക്കാൻ പോകുന്നു. പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞു പിള്ളേർക്കൊക്കെ പിടിക്കുന്നത് വേണ്ട 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 അതുപോലെ ഇവിടെ പോകണ്ട. കാരണം എന്നാ ഇവിടെ ഈ നമ്മുടെ വാതിന്റെ അവിടെ വരുമ്പോ പിടിക്കാൻ പാകത്തിന് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന കേട്ടോ. അങ്ങനെ പിടിക്കാനുള്ള സ്ഥലമില്ല. അവിടെ കാണിക്കും. പിടിക്കാൻ കാര്യമില്ല. പോവാം. പോകണ്ട. കുറച്ചേരം ഇരിക്കാം. ഇവിടെ ഇരിക്കാൻ നല്ല സുഖാണോ? അത് ശരിയാ. ഇവിടെ നല്ല തണുപ്പുണ്ട്. മരങ്ങളും ഇതൊക്കെ ഉള്ള ഫാനും. എന്തായാലും ഞങ്ങള് വീട്ടിലേക്ക് പോട്ടെ. നമ്മുടെ കുഞ്ഞു വീഡിയോ എപ്പോഴാണോ കുറച്ച് കഴിഞ്ഞാൽ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇടി ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം അല്ലേ? ഷെയർ ചെയ്യണം. അതെ, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ബൈ. ബൈ.